അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന്റെ കോമ്പൗണ്ടിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായി ആദ്യം അനുമതി നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് മുൻ വൈറ്റ് ഹൌസ് സ്റ്റാഫ് അംഗം വെളിപ്പെടുത്തി. വാൾസ്ട്രീറ്റ് ജേർണലിൽ ഏപ്രിൽ 3-ാം തീയതി എഴുതിയ ലേഖനത്തിലാണ് മൈക്ക് മുൾവാനി എന്ന മുൻ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന്റെ കോമ്പൗണ്ടിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായി ആദ്യം അനുമതി നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് മുൻ വൈറ്റ് ഹൌസ് സ്റ്റാഫ് അംഗം മൈക്ക് മുൾവാനി വെളിപ്പെടുത്തി. വാൾസ്ട്രീറ്റ് ജേർണലിൽ ഏപ്രിൽ 3-ാം തീയതി എഴുതിയ ലേഖനത്തിലാണ് മുൻ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. ഓൾഡ് എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് അനുമതി നൽകിയത്. 2018 വിഭൂതി തിരുനാൾ ദിവസമായിരുന്നു പരിശുദ്ധ കുർബാന നടന്നത്. ഇത് വൈറ്റ് ഹൌസ് കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഓഫീസ് കെട്ടിടമാണ്. ട്രംപ് വ്യക്തിപരമായി തന്നെ അനുമതി നൽകിയ കുർബാനയിൽ 100ഓളം ആളുകളാണ് അന്ന് പങ്കെടുത്തത്. 2020 കോവിഡ് കാലം വരെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് തുടർന്നു എന്നും മുൾവാനി പറഞ്ഞു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് കുർബാന തുടരുന്ന കാര്യം സംസാരിച്ചുവെങ്കിലും അവർ അതിന് അനുമതി നൽകിയില്ല. 2024 നവംബർ മാസമാണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.